ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് വ്യൂവേഴ്സ്, NMR സ്പെക്ട്രോസ്കോപ്പിയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ, ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ന്യൂക്ലിയസിൻ്റെ സ്പിന്നിനെ കുറിച്ചും പലതരത്തിലുള്ള ന്യൂക്ലിയസുകളുടെ സ്പിൻ വാല്യൂസ് അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, ഒരു ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട് ഒരു സ്പിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ന്യൂക്ലിയസിൻ്റെ സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഒരു ന്യൂക്ലിയസ് ഒരു സ്പിന്നിങ് ഒബ്ജക്റ്റ് പോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പല എക്സ്പെരിമെൻറ്റുകളിലൂടെയും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ സ്പിന്നുമായി അസോസിയേറ്റ് ചെയ്ത് ന്യൂക്ലിയസിനുണ്ടാകാവുന്ന മറ്റ് ചില പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസാണ് ന്യൂക്ലിയസിൻ്റെ സ്പിന്നുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഒന്ന്, അതിനൊരു ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. രണ്ട്, അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ആംഗുലാർ മൊമെൻറ്റം എല്ലാ റൊട്ടേറ്റിംഗ് ഒബ്ജക്ട്സിനും ഉള്ളതാണ്, അല്ലെങ്കിൽ സ്പിന്നിങ് ഒബ്ജക്ട്സിനും ആംഗുലാർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്പിന്നിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഇത് തമ്മിൽ റിലേഷനുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു സ്പിന്നിങ് ന്യൂക്ലിയസിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കുമെന്ന് നോക്കാം. ഒരു സ്പിന്നിങ് ന്യൂക്ലിയസിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ നമുക്ക് തരുന്നത് സ്പിന്നിൻ്റെ വാല്യൂ ഇൻറ്റു എച്ച് കട്ടാണ്, അല്ലെങ്കിൽ h/2π. ഇത്രയും യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം. അല്ലെങ്കിൽ അതിനിങ്ങനെ എഴുതാം, I ഇൻറ്റു h/2π യൂണിറ്റ്സ് ആയിരിക്കും അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുക. ഈ ആംഗുലാർ മൊമെൻറ്റം സ്പേഷ്യലി ക്വാണ്ടൈസ്ഡ് ആണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ആ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും ക്വാണ്ടൈസ്ഡ് ആണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ Z ഡയറക്ഷനിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ അപ്ലൈ ചെയ്ത ഫീൽഡിൻ്റെ ഡയറക്ഷനിലെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആംഗുലാർ മൊമെൻറ്റം LZ എൻ്റെ വാല്യൂ വരുന്നത് യൂഷ്വലി ഒരു ക്വാണ്ടം നമ്പർ mi ഇൻറ്റു h കട്ടായിരിക്കും. ഇവിടെ mi എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റിജർ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ വരുന്നത് -i തൊട്ട് +i വരെയുള്ള വാല്യൂസ് ഉണ്ടാവും. അതിനിടയ്ക്ക് -i, -1, അതുപോലെ തന്നെ -2, -1, 0, 1, 2 ഇങ്ങനെ എറ്റ്സെട്ര +i വരെയുള്ള വാല്യൂസ് ആയിരിക്കും ഫോർ ഇൻറ്റിജേഴ്സ്. എന്നാൽ ഹാഫ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അവിടെ LZൻ്റെ വാല്യൂ mi h കട്ട് തന്നെയാണ്, പക്ഷേ അവിടെ miയുടെ വാല്യൂ വരുന്നത് mi h കട്ട് തന്നെയാണ്. miയുടെ വാല്യൂ വരുന്നത് -i തൊട്ട് +i വരെ തന്നെയായിരിക്കും. ഹാഫ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അവിടെ -i തൊട്ട് +i വരെ തന്നെയാണ്. പക്ഷേ ഇവിടെ -3/2, -1/2, +1/2, +3/2 ഇങ്ങനെയായിരിക്കും അവിടെ ഈ വാല്യൂസ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ എന്നാണ് വിളിക്കുക, മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ നമുക്ക് ഒരു സ്പിന്നിങ് ന്യൂക്ലിയസിൻ്റെ ആംഗുലാർ മൊമെൻറ്റം അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഉള്ള വാല്യൂ LZ എന്ന് പറയുന്നൊരു വാല്യൂ നമുക്ക് കാണാം. അവിടെ നമുക്ക് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒരു ന്യൂക്ലിയസിന് സ്പിൻ വാല്യൂ I = ½ ആണെങ്കിൽ അതിന് രണ്ട് mi വാല്യൂസാണ് പോസിബിൾ ആയിട്ടുള്ളത്. mi വാല്യൂസ് +½ അതുപോലെ -½ ആയിരിക്കും. ഇങ്ങനെ രണ്ട് വാല്യൂസാണ് അവിടെ ഈ ന്യൂക്ലിയസിന് mi വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് അവിടെ അവയുടെ ആംഗുലാർ മൊമെൻറ്റം വാല്യൂസ്, അല്ലെങ്കിൽ ക്വാണ്ടൈസ്ഡ് വാല്യൂസ്, അല്ലെങ്കിൽ LZലുള്ള കമ്പോണൻസിൻ്റെ വാല്യൂസ് +½ h ക്രോസും അല്ലെങ്കിൽ h കട്ടും -½ h കട്ടുമായിരിക്കും. ഇനി നമ്മൾ ഈ സ്പിന്നിങ് പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായിരിക്കുമെന്ന് നോക്കാം. ഒരു സ്പിന്നിങ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ചാർജ്ഡ്
പാർട്ടിക്കിൾ ഒരു ലൂപ്പിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എത്ര ഉണ്ട് എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ലൂപ്പിലൂടെ പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ I × A എന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ I എന്ന് പറയുന്ന അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ലൂപ്പുമാണ്. ഇവിടെ നമുക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ലൂപ്പിലൂടെ പോകുന്നു, ഒരു സ്പിന്നിങ് പാർട്ടിക്കിൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പിലൂടെ പോകുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണിത്. I × A എന്ന് പറയാം. ഇവിടെ I എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഫ്ലോ ചെയ്യുന്ന ചാർജ് സപ്പോസ് Q ആണെന്ന് വിചാരിക്കുക. ഒരു ന്യൂക്ലിയസിന് പല ചാർജസ് പോസിബിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് Q എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലോ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന കറണ്ട് നമുക്കിങ്ങനെ എഴുതാം. I = Q/T. T എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ടൈം പീരീഡാണ്. ഇതിന് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇവിടെ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡാണ് T എന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ ടിയെ ഇങ്ങനെ എഴുതാം. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്. വെലോസിറ്റി V എന്ന് എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ 2πr/v എന്ന് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിന് Iക്ക് പകരം Q/T സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ Q എന്ന് പറയുന്ന ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്, ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ടൈം പീരീഡിന് നമുക്ക് 2πr/v എന്ന് കൊടുക്കാം. V ന്യൂമറേറ്ററിൽ എഴുതി. ഇനി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഈ ലൂപ്പിൻ്റെ ഏരിയ നമുക്ക് πr² എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ QV π ക്യാൻസൽ ചെയ്യാം. അപ്പോൾ QVR /2 എന്ന് കിട്ടും. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആയിട്ട് എടുത്താൽ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ന്യൂമറേറ്ററിൽ mRV × Q എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് Q × mRV /2m എന്ന് എഴുതാം. MRV അല്ലെങ്കിൽ MRV എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ആംഗുലാർ മൊമെൻറ്റമാണ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഇങ്ങനെ എഴുതാം. മാഗ്നറ്റിക് മൊമെൻറ്റ് μ = Q × L /2m എന്ന് എഴുതാം. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്, അതുപോലെ L എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റമാണ്. ഇവിടെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ L = I × h ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Q /2m × I × h എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് Q /2m × I × h/2π എന്ന് എഴുതാം. അല്ലെങ്കിൽ Q × h I /4πm എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഒരു ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് കിട്ടുന്ന ഒരു ഇക്വേഷൻ. Q × പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് × സ്പിൻ ഓഫ് ദ പാർട്ടിക്കിൾ /4πm. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. μ = QH /4πm × I Am/m². ആണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം അഡീഷണലായിട്ട് കൺസിഡർ ചെയ്യാനുള്ളത്, ന്യൂക്ലിയസ് ഒരു പോയിൻ്റ് പാർട്ടിക്കിൾ അല്ല, അതിന് കുറച്ച് സൈസുണ്ട്. ഓരോ ന്യൂക്ലിയസിനും അതിൻ്റെ ന്യൂക്ലിയർ കമ്പോണൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ സൈസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ്, ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ് കൂടെ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ G എന്ന് പറയുന്ന ഒരു നമ്പർ കൂടെ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ G എന്ന് പറയുന്ന ഈ നമ്പർ ന്യൂക്ലിയസിൻ്റെ സൈസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു നമ്പറാണ്. ഇനി ഇവിടെ നമുക്ക് ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ളത്, ഒന്ന് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് Q, അത് നമുക്ക് പ്രോട്ടോണിൻ്റെ നമ്പർ × ഇലക്ട്രോണിക് ചാർജ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ Qന് പകരം P × E എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ വരുന്നത് G × PEH /4πm × I എന്ന് വരും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീപ്ലേസ്മെൻറ്റ്, ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നത്, നമുക്ക് ബോർ മാഗ്നെട്ടോൺ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമാണ്.
ബീറ്റയുടെ വാല്യൂ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് EH/4πmE ആണ്. അതായത് ഇലക്ട്രോണിക് ചാർജ് ഇൻറ്റു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ 4πm. 4π മാസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് വിളിക്കുക. ഇവിടെ മാസ് ഓഫ് പ്രോട്ടോൺ ആക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് വിളിക്കാം. ഇക്വേഷൻ വരുന്നത് EH/4πmp എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് വിളിക്കാം. ഇവിടെ ഇലക്ട്രോണിക് ചാർജും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും മാസ് ഓഫ് പ്രോട്ടോണും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും 5.051 × 10⁻⁻27 ജൂൾ പെർ ടെസ്ല എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ നമുക്ക് ആ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് ഉള്ളത് ന്യൂമറേറ്ററിൽ EH ഉണ്ട്, EH/4π ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ള M എന്ന് പറയുന്ന മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമുക്കിവിടെ MP കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ MP കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ βN എന്ന് റീപ്ലേസ് ചെയ്യാം. ഇവിടെ ഈ EH/4πmp പകരം βN എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാവും. μ = Gp × βN IMP ഡിവൈഡഡ് ബൈ M എന്ന് വരും. അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. G × P βN ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്, ഇൻറ്റു I സ്പിൻ ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. MP എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്, ഡിവൈഡഡ് ബൈ ന്യൂക്ലിയസിൻ്റെ മാസ്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ G എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ഫാക്ടറാണ്. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദാറ്റ് ന്യൂക്ലിയസ് ആണ്. M എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മാസ് ഓഫ് പ്രോട്ടോൺ, ഇത്രയും ഫാക്ടേഴ്സിനെ നമുക്ക് ഒരുമിച്ച് ചേർത്താൽ അത് ആ ന്യൂക്ലിയസിൻ്റെ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. G എന്ന് പറയുന്ന സൈസ് ഓഫ് ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ഫാക്ടർ, P നമ്പർ ഓഫ് പ്രോട്ടോൺസ്, MP മാസ് ഓഫ് പ്രോട്ടോൺ, അതുപോലെ തന്നെ M മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇതിനെ ചേർത്ത് നമുക്ക് ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് μ = Gn, വേർ സ്മോൾ g n എന്ന് പറയുന്നത് ന്യൂക്ലിയർ G ഫാക്ടർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ലാൻഡ് ഫാക്ടർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, ഇൻറ്റു βN I എന്ന് കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ സ്പിന്നിങ് ന്യൂക്ലിയസ് ഈസ് μ = Gn βN I. Gn എന്ന് പറയുന്നത് ഓരോ ന്യൂക്ലിയസിനും ഓരോ വാല്യൂസ് ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ സൈസും നമ്പർ ഓഫ് പ്രോട്ടോൺസും മാസും ഒക്കെ അനുസരിച്ച് Gnൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. βN എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പേര് ബോർ മാഗ്നറ്റോൺ, ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്നാണ്. I എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ്. ഇതാണ് ഒരു ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്പിൻ, അതുമായി ബന്ധപ്പെട്ട ആംഗുലാർ മൊമെൻറ്റം, അതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് മൊമെൻറ്റം. ഇനിയും ഇതിലെ മാഗ്നറ്റിക് മൊമെൻറ്റിനെയാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുക. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ പ്രധാനമായിട്ടും മറ്റൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ന്യൂക്ലിയസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ന്യൂക്ലിയസിന് ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് എനർജി ഡിഫറൻസ് ആണ് വരുന്നത്, അതാണ് നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ന്യൂക്ലിയസിനെ പ്ലേസ് ചെയ്താൽ അതിനുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ എനർജി ഡിഫറൻസ്, സ്പിന്നിൻ്റെ വാല്യൂസിനനുസരിച്ച് ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിനെ പ്ലേസ് ചെയ്താൽ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ഇതാണ്, -μ.B ആണ് അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് Z ഡയറക്ഷനിൽ നമ്മൾ B0 മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, E = -μB cos θ എന്ന് എഴുതാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം, E = -μZ × B എന്ന് എഴുതാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തേക്കുന്ന Z ഡയറക്ഷനിലായത് അതിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, B0 cos θ എന്ന് എഴുതാം. ഈ രണ്ട് രീതിയിലും എഴുതാം. ഇതിൽ നമുക്ക് ഇവിടെ μZ × B0 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. നമുക്കൊരു ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്, Gn × βN × I എന്നാണ് പഠിച്ചത്.
ഇതിൻ്റെ ഇസഡ് ഡയറക്ഷനിലാണ് ഇത് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഇസഡിനെ ഇങ്ങനെ എഴുതാം GN ഇൻറ്റു ബീറ്റ എൻ ഇൻറ്റു ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. ഇനി ഐക്ക് പോസിബിൾ ആയിട്ടുള്ള ഇസഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഐക്ക് ചില ഡിസ്ക്രീറ്റ് വാല്യൂസേ പോസിബിൾ ആവും. അതിൻ്റെ വാല്യൂ നമ്മൾ പഠിക്കുന്നത് MI എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇസഡ് ഡയറക്ഷനിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ നമുക്ക് MI എന്ന് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ IH കട്ടിന് പകരം MIH കട്ട് എന്ന് എഴുതും. അപ്പോൾ അതേ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിവിടെ MI എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മ്യൂ ഇസഡിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ എന്നുള്ളതിന് പകരം GN ബീറ്റ എൻ MI ഇൻറ്റു B0 എന്ന് വരും. വേർ MI ടേക്സ് വാല്യൂസ് നേരത്തെ പറഞ്ഞതുപോലെ -I2 പ്ലസ് I ഉള്ള വാല്യൂസ് പോസിബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു സ്പിൻ I വാല്യൂ 1 ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഇവിടെ MIക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് 3 വാല്യൂസ് വരും. MIയുടെ വാല്യൂസ് -1 വരും, 0 വരും, +1 വരും. ഇനി ഒരു സ്പിൻ ഹാഫ് സിസ്റ്റം ഐയുടെ വാല്യൂ ഹാഫ് ആണെങ്കിൽ ഇവിടെ MIക്ക് 2 വാല്യൂസ് വരും, +1/2 വരും, -1/2 വരും. ഇങ്ങനെ 2 വാല്യൂസ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എനർജി അപ്ലൈഡ് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഡീജനറേറ്റ് ആയിരിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ ഇക്വേഷൻ. വെയർ MI ടേക്ക് വാല്യൂസ് ഫ്രം -I2 + I. അപ്പം നമ്മളിവിടെ പഠിച്ചത് ഇതാണ്. ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ആണ് നമ്മൾ എഴുതിയത്. ഇത് ഒരു ന്യൂക്ലിയസിൻ്റെ കേസിൽ ഇതായിരിക്കും ഇക്വേഷൻ. E ഈസ് ഈക്വൽ ടു -GN ബീറ്റ എൻ B0 ഇൻറ്റു MI. ഒരു എക്സാമ്പിളായിട്ട് ഒരു പ്രോട്ടോണിൻ്റെ കേസ് എടുക്കാം. ഒരു പ്രോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ സ്പിൻ വാല്യൂ അല്ലെങ്കിൽ I വാല്യൂ 1 ആയിരിക്കും, 1/2 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 എനർജി വാല്യൂസ് ഉണ്ട്. MIക്ക് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ MIക്ക് വരുന്ന 2 വാല്യൂസ് ഒന്ന് +1/2 മറ്റൊന്ന് -1/2 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം എനർജി ഓഫ് ദ +1/2 സ്റ്റേറ്റ് എത്ര വരും നോക്കിയാൽ അവിടെ വരുന്ന ഇക്വേഷൻ ഇതാണ്. -GN ബീറ്റ എൻ B0 ഇൻറ്റു 1/2, അല്ലെങ്കിൽ അതിങ്ങനെ എഴുതാം -GN ബീറ്റ എൻ B0/2. ഇനി ഇതുപോലെ തന്നെ ഒരു -1/2 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ -1/2 സ്റ്റേറ്റിൻ്റെ വാല്യൂ വരുന്നത് ഈ -1/2ൻ്റെ വാല്യൂ വരുന്നത് -GN ബീറ്റ എൻ B0 ഇൻറ്റു -1/2. അപ്പോൾ അത് നമുക്കിങ്ങനെ കിട്ടും GN ബീറ്റ എൻ B0/2. അപ്പോൾ ഈ 2 എനർജി വാല്യൂസാണ് നമുക്ക് അവിടെ ഒരു പ്രോട്ടോണിന് ഉണ്ടാകുന്ന 2 ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ ഈ 2 വാല്യൂസ് പോസിബിളാണ് പ്രോട്ടോണിന്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ B0 മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പ്രോട്ടോൺ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രോട്ടോണിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, അതിന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 എനർജി വാല്യൂസ് പോസിബിളാണ്. ഒന്ന് +1/2 സ്റ്റേറ്റ് ആണ്. +1/2 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ് +1/2 എന്ന് പറയുക. അതേസമയം -1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അത് അപ്ലൈഡ് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നാണ്. അപ്പോൾ ഇവിടെ +1/2 സ്റ്റേറ്റിൻ്റെ വാല്യൂ വരുന്നത് -GN ബീറ്റ എൻ B0/2 ആണ്. അതായത് അവിടെയാണ് ഏറ്റവും നെഗറ്റീവ് എനർജിയാണുള്ളത്. രണ്ടാമത്തത് -1/2ൻ്റെ വാല്യൂ വരുന്നത്, അതായത് സ്പിൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിൻ്റെ എനർജി വാല്യൂ വരുന്നത് GN ബീറ്റ എൻ B0/2 ആണ്, പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ 2 എനർജീസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ +1/2 ഈസ് ലെസ് ദാൻ ഈ -1/2. അപ്പോൾ ഇതിന് ലോവർ എനർജി സ്റ്റേറ്റ് ആയിരിക്കും, ഇതൊരു ഹയർ എനർജി സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ 2 എനർജി വാല്യൂസ് പോസിബിളാണ്. ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അത് ഡീജനറേറ്റ് ആയിരിക്കും. ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് അപ്പ് ആവും, അത് 2ആയി തിരിയും. അവിടെ 2 എനർജി വാല്യൂസ് പോസിബിളാണ്. GN ബീറ്റ എൻ B0/2 നെഗറ്റീവ് വാല്യൂം വരും, GN ബീറ്റ എൻ
B0/2 പോസിറ്റീവ് വാല്യൂ വരും. ഇതിലെ ലോവർ എനർജി വാല്യൂ വരുന്നത് പ്ലസ് സ്റ്റേറ്റ് ആണ്. അതായത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഓറിയൻറ്റഡ് ആണെങ്കിൽ അവിടെ ലോവർ എനർജി ആയിരിക്കും. തിരിച്ച് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണെങ്കിൽ അവിടെ ഹയർ എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂഷ്വലി ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്ന എനർജി റേഷ്യോ എന്ന് പറയുക നോർമലി. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അതായത് ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ കാണപ്പെടുക, ഹയർ എനർജി സ്റ്റേറ്റിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വളരെ കുറവായിരിക്കും. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും ഇവിടുത്തെ എനർജി വാല്യൂസ് വരിക. ഇനി നമുക്ക് ഒരു ന്യൂക്ലിയസിനെ ആക്ച്വലി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ന്യൂക്ലിയസിൻ്റെ എനർജി വാല്യൂസ്, 2 പോസിബിൾ എനർജി വാല്യൂസ് നമുക്ക് കിട്ടി ഇൻ ദ പ്രസൻസ് ഓഫ് എ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നില്ല എങ്കിൽ ഈ 2 എനർജി വാല്യൂസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവ രണ്ടും ഡീജനറേറ്റ് ആയിരിക്കും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ B0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 എനർജി വാല്യൂസ് സെപ്പറേറ്റ് ആവും. ഇതിൽ അപ്പർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് E-½ ആയിരിക്കും, ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് E+½ ആയിരിക്കും. ഇവിടുത്തെ എനർജി വാല്യൂസ് വരുന്നത് ഈ 2 വാല്യൂസ് ആയിരിക്കും വരും. അപ്പോൾ യൂഷ്വലി ഇതാണ് ലോവർ എനർജി സ്റ്റേറ്റ്. ഇവിടെയായിരിക്കും ലാർജ് നമ്പർ ഓഫ് ഇവിടെയായിരിക്കും കൂടുതലായിട്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്. കൂടുതൽ നമ്പർ ഓഫ് ന്യൂക്ലിയസും ഇവിടെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇവിടെ ആയിരിക്കും കാണുക. ഇവിടെ ലെസ് നമ്പർ ഓഫ് പ്രോട്ടോൺസേ കാണുകയുള്ളൂ. ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ലെസ് നമ്പർ മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്ന പോലെ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എനർജി കൊടുക്കുകയാണെങ്കിൽ, ഇവിടെയൊക്കെ നമുക്കൊരു എനർജി സപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ലോവർ എനർജി സ്റ്റേറ്റിലുള്ള പ്രോട്ടോൺസിനെ നമുക്ക് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിനാവശ്യമായ റേഡിയേഷൻ്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇവിടുത്തെ എനർജി എന്ന് പറയാം. ΔE എന്ന് പറയുന്നത് E-½ E+½ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായ എനർജി, ട്രാൻസിഷൻ കൊണ്ടുവരാൻ ആവശ്യമായ എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം. ΔE ഈസ് ഈക്വൽ ടു E-½ E+½ അല്ലെങ്കിൽ ഇവിടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂ വരുന്നത്, ഇവിടെ E-½ എന്ന് പറയുന്നത് GnβN B0/2 മൈനസ് GnβN B0/2, അല്ലെങ്കിൽ ഇവിടെ ΔE ഇങ്ങനെ എഴുതാം, ΔE ഈസ് ഈക്വൽ ടു GnβN B0 എന്ന് കിട്ടും. അതായത് നമ്മൾ hν റേഡിയേഷൻ, അതായത് ΔE എനർജി ഡിഫറൻസ് ഉള്ള ഒരു റേഡിയേഷൻ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസുകളെ അല്ലെങ്കിൽ പ്രോട്ടോണുകളെ നമുക്ക് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ റേഡിയേഷൻ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസുകളെല്ലാം തന്നെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് NMRൻ്റെ ഒരു ആദ്യ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ ΔEക്ക് ഇക്വലൻ്റ് ആയിട്ട് നമുക്കൊരു റേഡിയേഷൻ ഉപയോഗിക്കുകയാണ്. hν ഈസ് ഈക്വൽ ടു GnβN B0. ഇതാണ് ഇവിടുത്തെ എനർജി ഇക്വേഷൻ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ, അതായത് ട്രാൻസിഷൻ കൊണ്ടുവരാനായിട്ട് ലോവർ സ്റ്റേറ്റിൽ നിന്നും അപ്പർ സ്റ്റേറ്റിലേക്ക് ന്യൂക്ലിയസുകളെ ട്രാൻസിറ്റ് ചെയ്യാൻ ആവശ്യമായ ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. hν ആണ് അതിൻ്റെ എനർജി പാക്കറ്റിൻ്റെ വാല്യൂ. അതിൻ്റെ എനർജി ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്പിൻ ഹാഫ് സ്റ്റേറ്റിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി, മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു ലോവർ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വളരെ ലോ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസിഷൻ ആവശ്യമായ ഫ്രീക്വൻസിയും വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ കൊണ്ടുവരാൻ ആവശ്യമായ ഫ്രീക്വൻസിയും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇതാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി, നമുക്ക് ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ ആവശ്യമായ ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു ഗ്രാഫ് നമുക്കിങ്ങനെ വരയ്ക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് B0 നമ്മൾ എടുക്കുകയാണ്. ലോവർ വാല്യൂ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി സെപ്പറേഷൻ വളരെ കുറവായിരിക്കും. ΔE വളരെ കുറവായിരിക്കും. ΔE എന്ന് പറയുന്നത് ഹയർ എനർജി സ്റ്റേറ്റും ലോവർ എനർജി സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീമാൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയാം. ഫീൽഡ് കുറവാണ്, ഫീൽഡ് ഇല്ല എങ്കിൽ
നോ ഫീൽഡ് ആണെങ്കിൽ ഇവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. ഹയർ എനർജി സ്റ്റേറ്റും ലോവർ എനർജി സ്റ്റേറ്റും തമ്മിൽ എനർജി വ്യത്യാസം കാണില്ല. നമ്മൾ ഫീൽഡ് കൂട്ടും തോറും ഇവിടെ ഹയർ എനർജി സ്റ്റേറ്റും ലോവർ എനർജി സ്റ്റേറ്റും തമ്മിൽ നമുക്ക് ഡെൽറ്റ ഇയുടെ ഡിഫറൻസ് ഉണ്ടാവും. ഹയർ ഫീൽഡിലേക്ക് പോകുമ്പോൾ അവിടെ ഡെൽറ്റ ഇയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം. NMR സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഇതാണ്. ഫീൽഡ് ഹൈ ആണെങ്കിൽ നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന എക്സൈറ്റേഷൻ ആവശ്യമായ ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ലോവർ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എക്സൈറ്റേഷൻ ആവശ്യമായ ഫ്രീക്വൻസിയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഹയർ എനർജി സ്റ്റേറ്റും ഒരു ന്യൂക്ലിയസിന് തന്നെ 2 എനർജി സ്റ്റേറ്റ്സ് പോസിബിൾ ആണെങ്കിൽ ഈ 2 എനർജി സ്റ്റേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഡെൽറ്റ ഇ എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് NMRൻ്റെ മറ്റൊരു സവിശേഷത. നമ്മൾ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡല്ല ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്നത്. അതിനെ മറ്റ് ചില കാരണങ്ങളാൽ ആ ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യസ്തമായിരിക്കും. അതാണ് NMRൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡ് വലുതാണെങ്കിൽ അവിടെ നമുക്ക് ലാർജ് സെപ്പറേഷൻ ഉണ്ടാവും, ഉപയോഗിക്കേണ്ടുന്ന ഫ്രീക്വൻസി വലുതായിരിക്കും. ന്യൂക്ലിയസിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് എനർജി സെപ്പറേഷനേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചെറിയ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ മതിയാവും എക്സൈറ്റേഷൻ കൊണ്ടുവരാനായിട്ട്. ഇതാണ് ഒരു NMRൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.